വൃത്തിയാക്കണ്ടേ മേലക്കൊന്ന്? എന്തിന്? നിനക്ക് താഴെ ചപ്പി എടുക്കാനുള്ളതല്ലേ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജ്മൽ അമീർ. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു AI വോയിസ് ഇമിറ്റേറ്റിങ്ങിനും ബ്രില്യൻ എഡിറ്റിങ്ങിനും ഒന്നും എന്നെയോ എന്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല. ഇതിലും വലിയ രണ്ട് ഇൻഡസ്ട്രികളിൽ പോയിട്ട് പ്രൂവ് ചെയ്ത് സർവശക്തന്റെ മാത്രം അനുഗ്രഹം കൊണ്ട് സർവൈവ് ചെയ്തു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. അജ്മൽ അമീറിന്റെ ഒരു വോയിസും കാര്യങ്ങളൊക്കെ ഇപ്പോഴായിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് കിടന്ന് വല്ലാതെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഫുള്ള് AI ആണ് എന്നാണ് പുള്ളി പറയുന്നത്. AI ഉള്ളതുകൊണ്ട് ഇപ്പൊ എല്ലാം AIന്റെ തലയിൽ കൊണ്ട് വെക്കാലോ. ഇത് കേൾക്കുന്ന AI എന്താ വിചാരിക്കുന്നുണ്ടാവും അറിയോ? ഇനി എന്തൊക്കെ കേൾക്കാൻ വേണ്ടി കിടക്കുന്നു, അല്ലെങ്കിൽ ഇതും കൂടെ ഞാൻ ഏക്കാടാ, അതിങ്ങ് തന്നേരും, ഇതും കൂടെ ഞാൻ ഏക്കാം, ഈ ഒരു മൈൻഡായിരിക്കും. സംഭവം വേറെ ഒന്നുമല്ല. പുള്ളിക്കാരൻ കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 40 വയസ്സൊക്കെ കാണും. വേറൊരു പെൺകുട്ടിയുമായിട്ട് നടത്തിയ വാട്സപ്പ് കോൾ സംഭാഷണവും കാര്യങ്ങളൊക്കെയാണ് പുറത്തു വിട്ടിട്ടുള്ളത്. എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിലൂടെ എങ്ങാണ്ടുമാണ് അത് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. അവിടെ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൺസേണോട് കൂടി ചെയ്തിട്ടുള്ള ഒരു ഫോൺ സംഭാഷണമാണ് എന്നുള്ള കാര്യങ്ങൾ അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമാവും. എന്താണെങ്കിലും ആ വോയിസ് ഒന്ന് കേൾക്കാം. 6:37 രാവിലെ മാനം മതിയല്ലോ അല്ലേ? അപ്പൊ ഞാൻ എവിടെ നിൽക്കും? എവിടെ? I will arrange a place to stay. അപ്പൊ Between you and me. താൻ മാരീഡ് അല്ലേ? എനിക്ക് ഇതൊക്കെ എന്തിനാ അറിയുന്നേ? അല്ല, നമുക്ക് കുറച്ചാണല്ലോ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. അല്ല, എനിക്ക് വൃത്തിയാക്കണ്ടേ മേലക്കൊന്ന്? എന്തിന്? നിനക്ക് താഴെ ചപ്പി എടുക്കാനുള്ളതല്ലേ? ഇല്ല, 2 ദിവസമായി. എന്തേ? ഞാൻ കുളിച്ചു. ഇന്ന് ബാത്തപ്പിൽ കിടക്കുമായിരുന്നു കുറെ നേരം. റോസ് വാട്ടർ 2 മണിക്കൂർ ബാത്തപ്പിൽ. ശരി, ഇനിയിപ്പം നിങ്ങൾ പറയും, ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? നമ്മൾ ഒരാളുടെ അടുത്ത് ഒരാൾക്ക് ഇത്രയും ഫ്രീഡം ആയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അവസരം അവർക്ക് കൊടുക്കണം. അതല്ലെങ്കിൽ ഒരു സ്ത്രീൻ്റെ അടുത്ത് ഒരാളും ഇത്ര സ്വാതന്ത്ര്യത്തോടെ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കില്ല. അത് ആ ഒരു ഫോൺ സംഭാഷണത്തിനിടയ്ക്ക് ഇവർ വളരെയധികം സന്തോഷിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതായത് ആ ഒരു ക്യാമറയിൽ ഈ സ്ക്രീനിൻ്റെ അകത്ത് ഇയാളുടെ മുഖം വന്ന സമയത്തൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺസേണോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് സംസാരിച്ചതിന് ശേഷം പെട്ടെന്ന് ഇയാൾ മാത്രം ഒരു കുറ്റക്കാരൻ എന്ന നിലയിൽ എന്തിനു വേണ്ടിയാണ് ഇയാളുടെ ഈ ഒരു വോയിസും കാര്യങ്ങളും പുറത്തു വിട്ടത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമല്ല. അല്ലെങ്കിൽ ഇയാൾ സൊസൈറ്റിക്ക് ഏതെങ്കിലും രീതിയിൽ ദോഷം ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ ഇത്തരം ഫോൺ സംഭാഷണങ്ങളും കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നിട്ട് അയാൾക്ക് ശരിയായ രീതിയിലുള്ള ശിക്ഷാ നടപടികളൊക്കെ വാങ്ങിക്കൊടുക്കേണ്ട കാര്യം അത്യാവശ്യമുള്ളവരാണ്. പക്ഷെ സമൂഹത്തിനോ വേറൊരു രീതിക്കോ ഒന്നല്ലെങ്കിൽ മറ്റുള്ള ദോഷമല്ലാത്ത രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരാൾ, അയാൾക്ക് ഫാമിലി ഉണ്ട് എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന പെൺകുട്ടിക്ക് അറിയാം. ഓക്കെ, അത് അറിഞ്ഞുകൊണ്ടും അയാളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കുക, അയാളോട് ചാറ്റ് ചെയ്യുക, നമ്മളൊരു സ്പേസ് അവർക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ അവർ നമ്മളോട് ഇത്ര ഫ്രീഡത്തോടെ സംസാരിക്കുള്ളൂ. അല്ലാതെ വന്ന് കയറി പാടെ അയാൾ ഹായ് എനിക്ക് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കേട്ട് നിൽക്കില്ല. അപ്പോൾ അതിനുള്ളൊരു അവസരം അവിടെ എന്തായാലും ഒരുക്കി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവരുടെ ഇടയിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടാവുള്ളൂ. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇയാൾ മാത്രമാണ് തെറ്റുകാരൻ എന്ന നിലയിൽ പെൺകുട്ടിയുടെ യാതൊരുവിധ വിവരങ്ങളും ഇല്ലാണ്ട് ഈ ഒരു കോൾ സംഭാഷണം പുറത്തേക്ക് വിട്ടതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. എന്താണെങ്കിലും നമുക്ക് പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജ്മൽ അമീർ. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു AI വോയിസ് ഇമിറ്റേറ്റിങ്ങിനും ബ്രില്യൻ എഡിറ്റിങ്ങിനും ഒന്നും എന്നെയോ എന്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല. ഇതിലും വലിയ രണ്ട് ഇൻഡസ്ട്രികളിൽ പോയിട്ട് പ്രൂവ് ചെയ്ത് സർവശക്തന്റെ മാത്രം അനുഗ്രഹം കൊണ്ട് സർവൈവ് ചെയ്തു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. 2-3 ദിവസം മുന്നേ വളരെ മോശപ്പെട്ട രീതിയിൽ എൻ്റെ ഒരു ന്യൂസ് പുറത്തു വന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സോഷ്യൽ മീഡിയ ആൾക്കാർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. എന്നെ ബാക്ക് ടു ബാക്ക് ഡീഫെയിം ചെയ്തുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളിട്ട സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് അവർക്ക് സമൂഹത്തോടുള്ള സ്നേഹവും കരുതലും ഒക്കെ കണ്ടിട്ട് ഒരുപാട് റെസ്പെക്റ്റ് എനിക്ക് തോന്നുന്നുണ്ട്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഒരുപാട് തെറിവിളികൾക്ക് മുകളിൽ എന്നെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് വരുന്ന ടെക്സ്റ്റുകളും കോളുകളും വോയിസ് മെസ്സേജുകളും തന്ന ഒരു ശക്തിയാണ് ഞാനിന്നിവിടെ നിങ്ങളുടെ മുന്നിലിരിക്കാനുള്ള മെയിൻ റീസൺ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് നിങ്ങളാണ്. എന്തായാലും ഞാനിപ്പോൾ ദുബായിലാണുള്ളത്. എൻ്റെ കുറച്ച് പുതിയ പ്രോജക്ട്സിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരായിരം നന്ദി.
താങ്ക് യു സോ മച്ച്. ഐ ആം വെൽ ആൻഡ് ഗുഡ്. ഇപ്പൊ എല്ലാം കൂടെ എഐന്റെ തലയിൽ വെച്ചതുകൊണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് കമന്റ് ഒന്നും പറയണ്ട. നിയമപരമായിട്ട് മുമ്പോട്ട് പോകുകയാണെങ്കിൽ ഇത് എ ആണോ അല്ലെങ്കിൽ എ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുന്ന സമയത്ത് മനസ്സിലാവും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവിടെ പ്രതി രണ്ടാൾക്കാരും തന്നെയാണ്. പെൺകുട്ടീന്റെ ഇഷ്ടങ്ങളും സമ്മതങ്ങളും എന്തായാലും നമുക്ക് ആ ഫോൺ സംഭാഷണം നിന്ന് വ്യക്തമാണ്. പിന്നെ പുള്ളിക്കാരൻ മാത്രമാണ് വലിയ മഹാഭാവി എന്ന നിലയിൽ അത്യാവശ്യത്തിന് ഈ എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന പുള്ളിക്കാരൻ അത്യാവശ്യത്തിന് സൊസൈറ്റിക്ക് ഗുണം ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അയാളുടെ ചാനൽ വഴി പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്, അല്ലെങ്കിൽ അയാളുടെ പേജ് വഴി പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിനോട് അയാളോട് യോജിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഇവിടെ പെണ്ണിനെയും പുരുഷനെയും പൂർണ്ണ സമ്മതത്തോടു കൂടി കൺസേണോട് കൂടി നടത്തിയൊരു ഫോൺ സംഭാഷണം പുറത്തു വിട്ടിട്ട് അവിടെ അജ്മൽ അയാൾ മാത്രമാണ് മോശം എന്ന് വരുത്തി തീർത്തത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ അവരുടെ ആ ഒരു ഫോൺ സംഭാഷണവും കാര്യങ്ങളും സമൂഹത്തിന് ദോഷം ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അയാൾ അതിക്രമിച്ച് അവരോട് എന്തെങ്കിലും മോശമായി പെരുമാറുകയോ അല്ലെങ്കിൽ മോശമായ രീതിയിൽ ഒരു വാട്സപ്പ് സന്ദേശം അയക്കുകയോ വേറെ എന്തെങ്കിലും പ്രദർശിപ്പിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ ഇവിടെ അതൊന്നുമല്ല സംഭവിച്ചിട്ടുള്ളത്. അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നു, ദിവസങ്ങളോളം പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു, സൊറ പറയുന്നു. ലാസ്റ്റ് കുറ്റക്കാരൻ അയാൾ മാത്രമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ. ഹലോ, കുറേ ഉണ്ട് ഇയാളെക്കുറിച്ച് കംപ്ലൈൻറ്റ്. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ റാൻഡംലി ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു മെസ്സേജായിട്ടായിരുന്നു. എന്നെ ഫോളോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നത്. കഴിഞ്ഞ വർഷം പുള്ളി എന്നിട്ട് മെസ്സേജൊക്കെ അയച്ചു. ഐ തോട്ട് ഹി വാസ് ലൈക്ക് ജെനുവൻ കൈൻഡ് ഓഫ് നമ്മൾ നോർമലി മെസ്സേജ് അയക്കുന്ന പോലെയാണെന്ന്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് വാസൻറ്റ് ലൈക്ക് എ നോർമൽ സ്റ്റഫ്. അപ്പോൾ പുള്ളി പതിയെ വാനിഷ് മോഡൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. വാനിഷ് മോഡ് യൂസ് ചെയ്തു. എന്നിട്ട് എന്തോ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഐ മെറ്റ് ഹിം വൺസ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാസ് ലൈക്ക് ഗോയിങ് ടു കോളേജ് ആൻഡ് തിരിച്ചു വരുന്ന വഴി when he texted me, I told that ഞാനിവിടെ അപ്പോളോ ജംഗ്ഷൻ്റെ അവിടെ ഉണ്ട്, കളമശ്ശേരി. and he came to there in his white Jaguar. and അവിടെ വന്ന് ഞാൻ മീറ്റ് ചെയ്യാൻ വന്നപ്പം I told him like come out, what's the issue? അപ്പോൾ he was like ഇല്ല ആളുകളൊക്കെ പുള്ളിനെ കണ്ടുപിടിക്കും, you get into the car, we'll go for a ride. അങ്ങനെ എന്നിട്ട് സംസാരിച്ചു. കാറിൽ കയറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല പറഞ്ഞു. സംസാരിച്ചു കുറച്ച് നാൾ. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ പുള്ളി ഒരു 2 മണി 3 മണിക്കൊക്കെ വിളിക്കും. എന്നിട്ട് ഇങ്ങനെ ഒരുമാതിരി ഒരു സെക്ഷുവൽ ടോക്ക് പോലെയൊക്കെ